ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ 2021-22 ഈ 2 വർഷവും റിപ്പീറ്റഡ് ആയിട്ട് 10-13 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം: മനസ്സിൽ കൊത്തുന്ന വിഗ്രഹങ്ങളുടെ കാര്യത്തിലും അതുതന്നെ സത്യം. സൂചിതമെന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത് പെരുന്തച്ചൻ എന്ന തിരക്കഥയിൽ നിന്നാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറൊക്കെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പുലിജന്മം എന്ന നാടകത്തിൻ്റെ ഇതിവൃത്തം എന്ത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തനത് നാടക ദർശനം എന്ന ലേഖനത്തിൽ നിന്നാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം: കല്ല് ദേവിയായി കഴിഞ്ഞു, അപ്പോൾ ആശാരി തീണ്ടാപ്പാടകലെ. സൂചിതമെന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് പെരുന്തച്ചൻ എന്ന തിരക്കഥയിൽ നിന്ന് തന്നെയാണ്. നാലാമത്തെ ചോദ്യം: ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു കരച്ചിൽ എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. സന്ദർഭം എഴുതുക. അഞ്ചാമത്തെ ചോദ്യം: കലാസൃഷ്ടിയിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങളെ അടൂർ എത്രയായി തരംതിരിക്കുന്നു? അവയേവ. ആറാമത്തെ ചോദ്യം: ഗൗരികുണ്ടിനെ കുറിച്ച് കുറിപ്പെഴുതുക. ഏഴാമത്തെ ചോദ്യം: നമ്പൂതിരിമാർ പൂർവാർജിത സ്വത്തും കുലമഹിമയും നിലനിർത്താൻ സജ്ജീകരിച്ച സാമൂഹ്യ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? എട്ടാമത്തെ ചോദ്യം: ഈച്ചരവാര്യരുടെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യം എന്ത്? കഴിഞ്ഞ 2 വർഷമായിട്ട് റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി 2 മാർക്കിൻ്റെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ്. ധനവാനോട് ചോദിച്ചു വാങ്ങുന്ന തേനിൽ മധുരം ഒരു സാധു അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു കുമ്പിൾ ജലത്തിലാണ്. സന്ദർഭം, ആശയം ഇവ വ്യക്തമാക്കുക. രണ്ടാമത്തെ ചോദ്യം: CJ തോമസിനെ ആദ്യമായി കണ്ട രംഗത്തെക്കുറിച്ച് ലേഖിക വിവരിക്കുന്നതെങ്ങനെ? മൂന്നാമത്തെ ചോദ്യം: എന്നെക്കുറിച്ചുള്ള ചിന്തയാൽ ആ മനം തപിക്കട്ടെ, കെടാത്തീ പോലെ അതവിടെ എരിഞ്ഞു നിൽക്കട്ടെ. കേൾക്കൂ, ഇത് വ്രണിതയായ സ്ത്രീയുടെ ശാപമാണ്. സന്ദർഭം വ്യക്തമാക്കുക. നാലാമത്തെ ചോദ്യം: തനത് നാടകവേദി രംഗത്തെ ആദ്യകാല പരിശ്രമങ്ങളെ പരിചയപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം: ലൂമിയർ സഹോദരന്മാരുടെ ക്യാമറ പകർത്തിയ ആദ്യ ദൃശ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ആറാമത്തെ ചോദ്യം: പിറന്ന മണ്ണിൻ്റെ വിളി, തൊണ്ടയിടറിയ വിളി. സൂചിതമെന്ത്? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ. ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതിൽ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. 5 മാർക്കിൻ്റെ ഒന്നാമത്തെ ചോദ്യം: കേദാർനാഥിനെ കുറിച്ചുള്ള ഐതിഹ്യം ചുരുക്കി എഴുതുക. രണ്ടാമത്തെ ചോദ്യം: ഉത്സുകതയോടെ ഒരു പുതിയ തലമുറ അടിയായ്മയെയും കുടിയായ്മയെയും തകർത്ത് മുന്നേറുന്നതായി എൻ്റെ ഭാവനയിൽ തെളിഞ്ഞു കണ്ടു. വിവക്ഷിതമെന്ത്? മൂന്നാമത്തെ ചോദ്യം: മകനെ തേടി കക്കയം പോലീസ് ക്യാമ്പിലെത്തിയ ഈച്ചരവാര്യർക്കുണ്ടായ അനുഭവങ്ങൾ വിവരിക്കുക. നാലാമത്തെ ചോദ്യം: അവതാരങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ അഭിപ്രായമെന്ത്? അടുത്തായി പറയാൻ പോകുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് 5 മാർക്കിൻ്റെ. ഒന്നാമത്തെ ചോദ്യം: പെരുന്തച്ചൻ എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക. രണ്ടാമത്തെ ചോദ്യം: കുറിപ്പെഴുതുക, ജീവചരിത്ര സാഹിത്യം. മൂന്നാമത്തെ ചോദ്യം: കാലി കമ്പിളി ബാബയുടെ പേര് ധർമ്മശാലയ്ക്ക് വരാനുണ്ടായ കാരണമെന്ത്? നാലാമത്തെ ചോദ്യം: സമൂഹ സംവിധാനത്തിൻ്റെ അച്ചുതണ്ടായ പുരുഷാധിപത്യത്തിൻ്റെ ബലിയാടുകളാണ് അബലകൾ. ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് VT ഭട്ടതിരിപ്പാടിനെ കൊണ്ടെത്തിച്ച സന്ദർഭം വ്യക്തമാക്കുക. എസ്സേ ക്വസ്റ്റ്യനായി ചോദിക്കാൻ സാധ്യതയുള്ള പാഠങ്ങൾ: ഒന്നാമത്തേത് കരുതി വച്ച ഒരു ഇലച്ചോറ്, രണ്ടാമത്തേത് പെരുന്തച്ചൻ, മൂന്നാമത്തേത് ഭരതവാക്യം എന്ന നാടകം, നാലാമത്തേത് ഹിമവാന്റെ മുകൾ തട്ടിൽ, അഞ്ചാമത്തേത് പുഷ്പഗോപുരം എന്ന പാഠഭാഗം. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എന്തായാലും എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിരക്കഥ, സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാ വിവരണം, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ജീവചരിത്രം, ആത്മകഥ, നാടകം. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്.
അതുകൊണ്ട് ഇതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തോളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.